ചേട്ടാ നമസ്കാരം. എന്നെ കാണാൻ വേണ്ടി കുറേ ദിവസമായിട്ട് ഒരു മ്യൂസിക്കൽ ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. മ്യൂസിക്കൽ ഇന്ത്യ ഇന്ത്യൻ ബീച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ വ്യത്യസ്തമായ സംഗീതത്തെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താനാണ്. പ്രാദേശികമായ സംഗീതമുണ്ട്, അല്ലാതെ ക്ലാസിക്കലായിട്ടുള്ള ഹിന്ദുസ്ഥാനി, ക്ലാസിക്കൽ, കർണാട്ടിക്, കഥകളി സംഗീതം, സോപാനം, ഇതുപോലെ ഒരുപാട് സംഗീതം നമ്മൾ അറിയപ്പെടുന്നതാണ്. അറിയപ്പെടാത്ത ഒരുപാട് സംഗീതമുണ്ട്. ഈ സംഗീതം ഒന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ആദിവാസി മേഖലകളിൽ നമുക്ക് കുറേ സംഗീതമുണ്ട്. വയനാട് പോലുള്ള സ്ഥലങ്ങളിലിപ്പം അതുപോലെ പാലക്കാട് പോലുള്ള അടിയാന്മാർ, പണിയന്മാർ, ഇവർക്കൊക്കെ സംഗീതം. അവരൊക്കെ സംഗീതം എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ അവർ ജന്മനാൽ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയ, അവർക്ക് ആരും ശ്രുതി പറഞ്ഞു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതെ, അത് ഇപ്പം നമുക്ക് അവാർഡ് കിട്ടുന്ന ഇന്ത്യൻ പേപ്പറുടെ വളരെ പ്രശസ്തമായ, അന്താരാഷ്ട്ര പ്രശസ്തമായ പ്രത്യേകിച്ചൊന്നും ആരുടെ അടുത്തും പഠിച്ചിട്ടില്ല, ഒന്നും അല്ല. അതിന്റെ ഒരു പ്രത്യേക ഒരു ദൈവം കൊടുക്കുന്ന ഒരു. അപ്പൊ അറിയപ്പെടാതെ കിടക്കുന്ന കുറെ ആൾക്കാർ ഇതുപോലെ ഉണ്ട്, സംഗീതമുണ്ട്. അപ്പൊ ഇത് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഈ ചാനൽ ഉദ്ദേശം. പിന്നെ സ്വന്തം ഞാൻ കുറച്ച് രചനയൊക്കെ ഉണ്ട്, എഴുത്തൊക്കെ ഉണ്ട്. എന്റെ രചനകളും ഞാൻ സ്പോൺസർ ചെയ്യുന്ന കുറെ രചനകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആറ്റുകാൽ ഉത്സവത്തോടു കൂടിയാണ് തുടങ്ങിയത്. ഇതിന്റെ ഇപ്പൊ അടുത്ത പടി എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് ഈ സംഗീതം പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ തനതായ, കേരളത്തിന്റെ തനതായ സംഗീതമായ കഥകളി സംഗീതം അതൊന്ന് പരിചയപ്പെടുത്താനാണ് വന്നത്. വിഷ്ണു പോലുള്ള പ്രശസ്തരായി ഉണ്ടാകുമ്പോൾ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. കഥകളി സംഗീതം പണ്ടത്തെ കാലത്ത് സോപാന സംഗീതമാണ്. സോപാന സംഗീതമാണ് കഥകളി സംഗീതം. അന്നുള്ള പഴയ ഗുരുക്കന്മാരല്ല, പഴയ ആശാന്മാർ പാടിക്കൊണ്ടിരുന്നത് സോപാന രീതിയിലാണ് പാടിക്കൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞ പോലെ കർണാട്ടിക് സംഗീതം ഉണ്ടെങ്കിലും വളരെ കുറവാണ്. രാഗങ്ങളും വളരെ അപൂർവം രാഗങ്ങൾ ചേർത്ത് ആണ് പാടുന്നത്. ഇപ്പോൾ അതിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കഥകളി സംഗീതത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കർണാട്ടിക് രാഗങ്ങൾ ഒരുപാട്, കഥകളി സംഗീതം പുതിയ രാഗങ്ങൾ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും കൂടെ കലർത്തി പുതിയ സ്റ്റൈലിലുള്ള സംഗീതമാണ് ഇപ്പം അരങ്ങത്ത് നിന്നുള്ള ഗായകർ, പേര് കേട്ടിട്ടുള്ള ഗായകർ ഇവിടുന്ന് പാടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കഥകളി സംഗീതം പുതിയ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നത് കലാമുള്ള ശങ്കരൻ അമ്രാന്തി ആശാനാണ്. പിന്നെ കലാമുള്ള ഹൈദരാലി, അതുപോലെ കലാമുള്ള ഗംഗാധരൻ, അതുപോലെ വെൺമണി ഹരിദാസ് തിരുമേനി, ഇവരൊക്കെയാണ് പുതിയ സംഗീതം. അല്ല, കഥകളി എന്ന ആ കല ഇപ്പോൾ കേരളത്തിൽ വടക്കോട്ടാണോ തെക്കോട്ടാണോ പ്രാധാന്യം കൂടുതൽ? അത് എല്ലാ ക്ഷേത്രങ്ങളിലും മാത്രമാണോ കളിക്കുന്നത്, അല്ല വേറെ വല്ല അസോസിയേഷൻസോ അങ്ങനെ വല്ലതും വിളിക്കാറുണ്ടോ? അത് വടക്കോട്ടും കഥകളിക്ക് പ്രാധാന്യമുണ്ട്, തെക്കോട്ടും പ്രാധാന്യം. കാര്യം ഒരുപാട് ക്ഷേത്രങ്ങൾ വടക്കോട്ടും പ്രോഗ്രാം കഥകളി നടത്താറുണ്ട്, തെക്കോട്ടും അതുപോലെ കഥകളി പ്രോഗ്രാം നടക്കാറുണ്ട്. ഇപ്പോഴും സാമാന്യ നല്ല രീതിയിൽ തന്നെ കഥകളി വടക്കോട്ടും തെക്കോട്ടും നടക്കുന്നുണ്ട് ഉത്സവ പറമ്പിൽ. പിന്നെ ഇപ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ വെളുക്കും വരെയുള്ള കഥകളിയില്ല. 3.5-4 മണിക്കൂറിന് ആണ് മിക്ക ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. ഒരു 4 മണിക്കൂർ ഒരു കഥ തുടങ്ങി ഒരു 7-8 മണിക്ക് തുടങ്ങിയ ഒരു 12 മണിക്ക് തീരത്തക്ക രീതിയിലാണ്. പിന്നെ വളരെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ വെളുക്കും വരെ ഉള്ള കഥകളി നടക്കാറുള്ളൂ. തിരുവല്ല ക്ഷേത്രത്തിൽ ഇപ്പോഴും വെളുക്കും വരെയുള്ള കഥകളിയാണ് നടക്കുന്നത്.